എല്ലാവരും പേജ് നമ്പർ 143 എടുക്കുക. ഓക്കെ, പിക്ചേഴ്സ് തന്നേക്കണതിൻ്റെ മുകളിലായിട്ട് പറഞ്ഞിരിക്കുന്നത് ആഫ്റ്റർ അനലൈസിങ് ഇലിസ്ട്രേഷൻ 6.3, അതായത് ഈ ചിത്രീകരണം 6.3 എന്താണ് അനലൈസ് ചെയ്യണം, വിശകലനം ചെയ്ത് 6.3 3 ചിത്രങ്ങളായിട്ട് അല്ലെങ്കിൽ 3 ഗ്രൂപ്പായിട്ടാണ് തന്നേക്കണേ, ABC. ഓക്കെ, ആ 3 വിശകലനം ചെയ്ത് അണ്ടർസ്റ്റാൻഡ് ഹൗ ഓർഗാനിസംസ് ഇൻ ദ അനിമൽ കിങ്ഡം ആർ ക്ലാസിഫൈഡ്. എങ്ങനെയാണ് ഈ അനിമൽ കിങ്ഡത്തിൽ ജീവജാലങ്ങൾ വർഗീകരിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇൻ ടു ഡിഫറെൻറ്റ് ഡിഫറെൻറ്റ് ഗ്രൂപ്പുകളായിട്ട് ആൻഡ് കംപ്ലീറ്റ് ദ വർക്ക് ഷീറ്റ്. അപ്പം ഇതിന് താഴെ ഒരു വർക്ക് ഷീറ്റ് തന്നിട്ടുണ്ട്, ആ വർക്ക് ഷീറ്റ് കംപ്ലീറ്റ് ചെയ്യണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ നമ്മൾ ആദ്യം തന്നെ ഈ ചിത്രങ്ങളുടെ അനലൈസേഷൻ ആണ്, വിശകലനമാണ് നടത്തേണ്ടത്. അപ്പം ഒന്നാമതായിട്ട് തന്നിരിക്കുന്ന ചിത്രം 143 പേജിൽ ഒന്നാമതായിട്ട് തന്നിരിക്കുന്ന ചിത്രം ഏതാണെന്നറിയാമോ? പൊറീഫെറ എന്ന് പറയുന്ന ഒരു ജീവജാലത്തിൻ്റെ ചിത്രമാണ് നിങ്ങൾക്കായിട്ട് അവിടെ തന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ചോദിക്കുക, വാട്ട് ഈസ് പൊറീഫെറ? അപ്പോൾ ഈ പൊറീഫെറ എന്ന് പറയുന്ന ആ ജീവജാലം അതെന്താണെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ പൊറീഫെറ ആർ പോർ ബെയറിംഗ് ഓർഗാനിസംസ്. അതായത് പൊറീഫെറ എങ്ങനെയുള്ള ജീവജാലങ്ങൾ ആണ് എന്നാണ് ഇത് പറയുന്നത്? ശരീരത്തിലാകമാനം സൂക്ഷ്മമായ സുഷിരങ്ങളുള്ള ജീവജാലങ്ങളാണ്. പോർ ബെയറിംഗ് ഓർഗാനിസം അല്ലെങ്കിൽ സൂക്ഷ്മമായ സുഷിരങ്ങളുള്ള ജീവജാലങ്ങളാണ്. കോമൺലി നോൺ ആസ് സ്പോഞ്ചസ്. അവയെ സാധാരണയായിട്ട് സ്പോഞ്ചസ് എന്നും വിളിക്കുന്നു. സ്പോഞ്ച് നമുക്കറിയാം, സൂക്ഷ്മമായ സുഷിരങ്ങളുണ്ടല്ലോ, അതുപോലെ ഈ ജീവജാലത്തിൻ്റെ പുറത്തും സൂക്ഷ്മമായ സുഷിരങ്ങളുണ്ട്. ഇൻ ഓൾ ഷേപ്സ്, സൈസ് ആൻഡ് കളേഴ്സ്. അവയുടെ വേറൊരു പ്രത്യേകത എന്താണ്? എല്ലാ ഷേപ്പിലും എല്ലാ കളറിലും എന്താന്ന് പറയുന്ന ഷേപ്പിലും കളറിലും സൈസിലും അവയെ കാണുവാനായിട്ട് സാധിക്കും. ഓക്കെ, ദേ ആർ ഫൗണ്ട് ഇൻ ബോത്ത് ഫ്രഷ് ആൻഡ് സോൾട്ട് വാട്ടർ. ഇവയുടെ വേറൊരു പ്രത്യേകത എന്താണ്? ഇവയെ സാധാരണയായിട്ട് കാണുന്നത് എവിടെയൊക്കെയാണ്? ഫ്രഷ് വാട്ടറിലും സോൾട്ട് വാട്ടറിലുമാണ് ഇവയെ കാണുവാനായിട്ട് സാധിക്കുന്നത്. ദേ ആർ അക്വാട്ടിക് ഓർഗാനിസംസ്. അവ എന്താണ്? ജലത്തിൽ ജീവിക്കുന്ന ജീവജാലങ്ങളാണ്. വിത്ത് മൈന്യൂട്ട് പോർസ് ത്രൂ ഔട്ട് ദ ബോഡി. അങ്ങനെ ജലത്തിൽ ജീവിക്കുന്ന സൂക്ഷ്മ ജീവജാലങ്ങൾ അല്ലെങ്കിൽ ജീവജാലങ്ങൾ, അവയ്ക്ക് എന്താണ്? ശരീരമാസകലം ചെറിയ സുഷിരങ്ങളുണ്ട്. ഇതിന് ഉദാഹരണമായിട്ട് പറഞ്ഞിരിക്കുന്നത് എക്സാമ്പിൾ ഫോർ പൊറീഫെറ ഏതാണ്? സ്പോഞ്ചുകൾ എന്ന് പറയുന്ന ജീവജാലം പൊറീഫെറ എന്ന് പറയുന്ന ജീവജാലങ്ങൾക്ക് ഒരു ഉദാഹരണമാണ്. ഇനി 33 ചോദ്യം, വാട്ട് ഈസ് എന്താണ് നിഡേറിയ അല്ലെങ്കിൽ സിലൻഡ്രേറ്റ എന്ന് പറയുന്നത്? അല്ലെങ്കിൽ എന്താണ് നിഡേറിയ അല്ലെങ്കിൽ സിലൻഡ്രേറ്റ എന്ന് പറയുന്ന ജീവജാലം? ഓക്കെ, ദേ ആർ അക്വാട്ടിക് ഓർഗാനിസം. അപ്പം ഒരു പ്രത്യേകത എന്താണ്? ഈ നിഡേറിയ എന്ന് പറയുന്ന ജീവജാലവും ഏതാണ്? അവ അക്വാട്ടിക് ജീവജാലങ്ങളാണ്, അതായത് അവ ജലത്തിൽ ജീവിക്കുന്ന ജീവജാലങ്ങളാണ്. വിത്ത് ടെൻറ്റക്കിൾ ബെയറിംഗ് സിനിഡോബൽസ്. അവ പിന്നെ എന്താണ് ചെയ്യുന്നത്? അവയ്ക്ക് ടെൻറ്റക്കിൾസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഈ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നാര് പോലെ നിൽക്കുന്ന ഒരു ഇതാണ്. അപ്പം അവയ്ക്ക് സിനോഡോബസ്, അതിന് ടെൻറ്റക്കിളോട് കൂടിയ സിനോഡോബസ് ആണ് അവയ്ക്ക് ഉള്ളത്. ഓക്കെ, ഇനി എന്താണ് അവയുടെ പ്രത്യേകത എന്ന് പറയുന്നത്? ഓക്കെ, സിനോഡോബസ്. എക്സാമ്പിൾ ഫോർ സിനേഡ്രിയ ആർ ഹൈഡ്ര, ജെല്ലി ഫിഷ്, സീ അനിമോൺ. അതായത് ഉദാഹരണം ഏതിനു വേണ്ടിയിട്ടാണ്? നിഡേറിയയ്ക്ക് ഉദാഹരണം ഏതൊക്കെയാണ്? ഹൈഡ്ര ഉദാഹരണമാണ്, ജെല്ലി ഫിഷ് ഉദാഹരണമാണ്, കടൽപ്പൂവ് അതിന് ഉദാഹരണമാണ്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിങ്ങനെ പൂ പോലെയൊക്കെ വിടർന്ന് നിൽക്കുന്ന കാണാൻ, ശരീരത്തിൻ്റെ അങ്ങോട്ടും ഇങ്ങോട്ടും ചില നാരുകൾ പോലെ കാണുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നതാണ്. അടുത്തതായിട്ട് നമ്മൾ കാണാൻ പോകുന്ന ജീവജാലം ഏതാണ്? 34 ചോദ്യം, വാട്ട് ഈസ് പ്ലാറ്റിഹെൽമിന്തസ്? എന്താണ് ആ ജീവജാലത്തിൻ്റെ പേരെന്താണ്? പ്ലാറ്റിഹെൽമിന്തസ് എന്ന് പറയുന്ന ജീവജാലം. അത് എന്താണ് പ്ലാറ്റിഹെൽമിന്തസ് എന്ന് പറയുന്ന ജീവജാലം? പ്ലാറ്റിഹെൽമിന്തസ് ആർ സ്മോൾ സോഫ്റ്റ് ആൻഡ് ഫ്ലാറ്റ് ബോഡീഡ് വേംസ്. അതായത് നമ്മൾ മനസ്സിലാക്കുക, ഈ പ്ലാറ്റിഹെൽമിന്തസ് എന്ന് പറയുന്നത് ചെറുതാണ്, മൃദുവായിട്ടുള്ളവയാണ്, പരന്നവയാണ്. പരന്നതുമായിട്ടുള്ള വിരകളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പ്ലാറ്റിഹെൽമിന്തസ് എന്ന് പറയുന്നത്. ഓക്കെ, പ്ലാറ്റിഹെൽമിന്തസിൻ്റെ പ്രത്യേകത എന്താണ്? അവ സ്മോൾ ആണ്, അവ സോഫ്റ്റ് ആണ്, മൃദുവായിട്ടുള്ളവയാണ്, ഫ്ലാറ്റ് ബോഡീഡാണ്, അവ പരന്ന ശരീരമുള്ളവയാണ്. എക്സാമ്പിൾ ഫോർ ഏതിനാണ് എക്സാമ്പിൾ പറയുന്നത്? പ്ലാറ്റിഹെൽമിന്തസിന് ഉദാഹരണമായിട്ട് നമുക്ക് പറയുവാൻ സാധിക്കുന്ന ജീവജാലങ്ങൾ ഏതെല്ലാമാണ്? ഒന്നാമതായിട്ട് നമുക്ക് പറയാം പ്ലനേറിയ എന്ന് പറയാം. ഓക്കെ, രണ്ടാമതായിട്ട് ടാപ്പ് വേം. അതിന് ടാപ്പ് വേമിന് പറയുന്ന വേറൊരു അല്ലെങ്കിൽ ടേപ്പ് വേം, അതിന് പറയുന്ന വേറൊരു പേരെന്താണ്? നാടവിര എന്ന് പറയാം. മൂന്നാമതായിട്ട് നമുക്ക് ഫ്ലൂക്ക് എന്ന് പറയാം. അപ്പം ഈ ജീവജാലങ്ങളെല്ലാം അവയുടെ പ്രത്യേകത എന്താണ്?
പരന്ന ശരീരത്തോട് കൂടിയതും മൃദുവായിട്ടുള്ളവയും ചെറുതുമായിട്ടുള്ള ഈ തരത്തിലുള്ള വിരകൾ പോലെയുള്ള ജീവജാലങ്ങളെയാണ്, വിരകളെയാണ് എന്ത് പറയുന്നത്, പ്ലാറ്റി ഹെൽമിന്തസ് എന്ന് നമ്മൾ പറയുന്നത്. ഇനി നമ്മൾ പഠിക്കുവാൻ പോകുന്നത് ഏതാണ്? 35ാമത്തെ ചോദ്യമാണ് ഇനി നമ്മൾ, അല്ലെങ്കിൽ 35ാമത്തെ ചോദ്യമായിട്ട് നമുക്ക് ഇവിടെ തന്നിരിക്കുന്നത് എന്താണ് എന്ന് നിങ്ങളൊന്ന് നോക്കിക്കേ. വാട്ട് ഈസ് നിമാറ്റോഡ എന്നാണ് തന്നിരിക്കുന്നത്, അല്ലെങ്കിൽ നിമാറ്റോഡ എന്ന് പറയുന്ന ആ ജീവജാലത്തെക്കുറിച്ചാണ് നമ്മൾ ഇനി മനസ്സിലാക്കുവാനായിട്ട് പോകുന്നത്. അപ്പോൾ ഉദാഹരണമായിട്ട് ചോദ്യമായിട്ട് നമുക്കിങ്ങനെ ചോദിക്കാം, വാട്ട് ഈസ് നിമാറ്റോഡ? ഓക്കെ, നിമാറ്റോഡ എന്താണ്? എ ലാർജ് ഫൈലം ഓഫ് വേംസ് വിത്ത് സ്ലെൻഡർ unsegmented cylindrical bodies including the roundworm, threadworm and eelworms. ഇവയുടെ പ്രത്യേകത എന്താണ്? ലാർജ് ഫൈലം ഓഫ് വേംസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ഇവ ഒരു ഒത്തിരി തരത്തിലുള്ള ജീവജാലങ്ങൾ അല്ലെങ്കിൽ വിരകൾ ഉൾപ്പെട്ടിട്ടുള്ള എന്താണ് ഒരു ഗ്രൂപ്പാണിത്. ഓക്കെ, അവയുടെ പ്രത്യേകതകൾ വേറെ എന്തൊക്കെയാണ്? ഇതൊക്കെ വിത്ത് സിലിണ്ടർ, അതായത് സിലിണ്ടർ പോലെ കാണാം. അൺസെഗ്മെൻറ്റഡ്, അതായത് എന്താണ്? നീണ്ടതാണ്, ശരീരം വിഭജിക്കപ്പെട്ടിട്ടില്ല, അതായത് നീണ്ട ശരീരമുള്ളവയാണ്. പിന്നെ എന്താണ്? സിലിണ്ടറിക്കൽ ബോഡിയാണ്. അപ്പം ഇവ എങ്ങനെയാണ്? നീണ്ടതാണ്, ഉരുണ്ടതുമായിട്ടുള്ള വിരകളാണ്. ഏത് നമ്മൾ പറയുന്ന നെമോഡേറ്റ എന്ന് പറയുന്നത് ഇൻക്ലൂഡ്സ്, അതിൽ ഉൾപ്പെടുന്ന അല്ലെങ്കിൽ അവയ്ക്ക് ഉദാഹരണമായിട്ടുള്ള ഏതൊക്കെയാണ്? റൗണ്ട് വേംസ്, ത്രെഡ് വേംസ്, ഈൽ വേംസ്, അല്ലെങ്കിൽ നമ്മൾ എന്ത് പറയും? ഉരുണ്ട വിര. ഏതാണ് ഉരുണ്ട വിര എന്ന്, അല്ലെങ്കിൽ നീണ്ടുരുണ്ട അല്ലെങ്കിൽ ഉരുണ്ട വിര എന്ന് പറയും. അതിന് പറയുന്ന പേരാണ് എന്ത് പറയുന്നത്? റൗണ്ട് വേംസ്. ത്രെഡ് വേംസ്, ത്രെഡ് വേംസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? കൊക്കോ പുഴു. അതുപോലെ തന്നെ കൃമി, ഇങ്ങനെയുള്ളവയെല്ലാം എന്ന് പറയുന്നത് ഈൽ വേംസ്. ഇവയെല്ലാമാണ് ഏതിൽപ്പെടുന്നത്? നിമോഡേറ്റയിൽ പെടുന്നത്. ദേ ആർ ഫൗണ്ട് അബണ്ടൻ്റ്ലി ഇൻ സോയിൽ ആൻഡ് വാട്ടർ ആൻഡ് മെനി ആർ പാരസൈറ്റ്സ്. അതായത് നമ്മളൊരു കാര്യം മനസ്സിലാക്കുക, അവയെ എവിടെയൊക്കെ കാണുവാനായിട്ട് സാധിക്കും? ചിലപ്പോൾ നമുക്ക് മണ്ണിൽ കാണുവാനായിട്ട് സാധിക്കും, ജലത്തിൽ കാണുവാനായിട്ട് സാധിക്കും. ചില സമയത്ത് ഇവ എന്താണ്? പാരസൈറ്റ് ആണ്. ഒന്നുകിൽ മറ്റുള്ള ജീവികളുടെ ശരീരത്തിനകത്തായിരിക്കാം, അല്ലെങ്കിൽ ശരീരത്തിന് പുറത്ത് പറ്റിച്ചേർന്നതായിരിക്കാം. അപ്പം ഇത്തരത്തിൽ കാണപ്പെടുന്ന ജീവജാലങ്ങളെ എല്ലാത്തിനും കൂടി പറയുന്ന പേരാണ് എന്താണ്? നിമോഡേറ്റ എന്ന് പറയുന്നത്. അപ്പം ഒരു കാര്യം മനസ്സിലാക്കുക, ഇലിസ്ട്രേഷൻ 6.3a എന്ന് പറയുന്ന ആ ഭാഗം നമ്മൾ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. ഇനി നമ്മൾ പോകുന്നത് ഇലിസ്ട്രേഷൻ 6.3b ആയിട്ടുള്ളിടത്തേക്കാണ് പോകുന്നത്, ഇവയുടെ ക്ലാസിഫിക്കേഷൻ. ഓക്കെ, അപ്പം ഇനി അടുത്തതായിട്ട് നമ്മൾ കാണാൻ പോകുന്നത് ഏത് ജീവജാലത്തെയാണ്? ഇനി നമ്മൾ കാണാൻ പോകുന്നത് അനാലിഡ എന്ന് പറയുന്ന ജീവവർഗത്തിലെയാണ് കാണാൻ പോകുന്നത്. ഓക്കെ, ഈ അനലിഡയുടെ പ്രത്യേകത എന്താണ്? വാട്ട് ഈസ് അനാലിഡ? അനലിഡസ് ആർ സെഗ്മെൻറ്റഡ് ബോഡീഡ് ഓർഗൻസ്. അതായത് അനലിഡ എന്ന് പറയുന്നത് എന്താണ്? സെഗ്മെൻറ്റഡ് ബോഡീസ് ഓർഗൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ഈ അനലിഡ എന്താണ്? ഖണ്ഡങ്ങളോട് കൂടിയ ശരീരമുള്ള ജീവികളാണ്. ഓക്കെ, ഇവ എങ്ങനെയുള്ളവയാണ്? ഈ ഖണ്ഡങ്ങളോട് കൂടിയ ശരീരമുള്ള ജീവികളാണ്. എക്സാമ്പിൾ ഫോർ ദിസ് ആർ എർത്ത് വേം, ലീച്ച് എക്സെട്ര. അപ്പം ഇതിന് ഉദാഹരണം എന്താണ്? എർത്ത് വേമും ലീച്ച് അല്ലെങ്കിൽ കുളയട്ട ഇവയെല്ലാം അതിന് ഉദാഹരണമാണ്. ഇപ്പം നമ്മളൊരു പുതിയ വാക്ക് വെച്ചു, അല്ലാണ്ട് അനലിഡാസ് ആർ സെഗ്മെൻറ്റഡ് ബോഡീഡ് ഓർഗാനിസം എന്ന്. അപ്പം എന്താണ് ഈ സെഗ്മെൻറ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇൻ ബയോളജി ഈസ് ദ ഡിവിഷൻ ഓഫ് സം അനിമൽ ആൻഡ് പ്ലാന്റ് ബോഡി എങ്ങനെയുള്ളതാണ്? ഇൻ ടു ലീനിയർ സീരീസ് ഓഫ് റിപ്പിറ്റേറ്റീവ് സെഗ്മെൻറ്റ്സ് ദാറ്റ് മേ ഓർ മേ നോട്ട് ബി ഇൻ്റർ കണക്റ്റഡ് ടു ഈച്ച് അതർ. അതായത് ഒരു ജീവിയുടെ ശരീരം തുടർച്ചയായിട്ട് ഒരേ രീതിയിലുള്ള സാധനങ്ങൾ കൊണ്ട് നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന തരത്തിലുള്ള ബോഡി, അതിനെയാണ് എന്ത് പറയുന്നത്? സെഗ്മെൻറ്റഡ് ബോഡീഡ് എന്ന് ഓർഗാനിസം എന്ന് പറയുന്നത്. ഇപ്പോൾ മണ്ണിരേനെയൊക്കെ എടുത്തു കഴിഞ്ഞാൽ നമ്മളിങ്ങനെ ഒന്ന് നോക്കിയാൽ കാണാം, ആ റൗണ്ട് ആയിട്ട് ഒത്തിരി പോകുന്നത് കാണാനായിട്ട് സാധിക്കും. അതിനെയാണ് എന്ത് പറയുന്നത്? ചില പുഴുക്കളെയും ഒക്കെ നമുക്ക് അങ്ങനെ കാണുവാനായിട്ട് സാധിക്കും, സെഗ്മെൻറ്റഡ് ബോഡീഡ് എന്ന് പറയുന്നത്. ഇനി 37ാമതായിട്ട് നമുക്ക് തന്നിരിക്കുന്നതിലേക്ക് പോകാം. എന്താണ് 37ാമതായിട്ട് നമുക്ക് തന്നിരിക്കുന്നത്? ആന്ത്രോപോഡ എന്ന് പറയുന്നതാണ്. അപ്പോൾ വാട്ട് ഈസ് ആന്ത്രോപോഡ? ആന്ത്രോപോഡസ് ആർ ഓർഗാനിസംസ് വിത്ത് ജോയിൻഡ് ലെഗ്സ് ആൻഡ് എക്സോസ്കെൽറ്റൻ. അപ്പോൾ ഈ ആന്ത്രോപോഡയുടെ പ്രത്യേകത എന്താണ്? അവയുടെ ജോയിൻഡ് ലെഗ്, അതായത്
കാലുകൾ ജോയിൻ്റ് ചെയ്യപ്പെടുന്നവയാണ്. എ ജോയിൻഡ് ലെഗ് മീൻസ് എ ലെഗ് വിത്ത് one or more points somewhere along its length where the leg is designed to flex. അതായത് ഇവിടെ എന്താ ചെയ്യുന്നത്, ഈ ലെഗ് എവിടെയാണോ ശരീരത്തിൻ്റെ ആ കാലായിട്ട് വന്നിരിക്കുന്നതിൻ്റെ ഏത് ഭാഗത്താണോ ആ കാലുകൾക്ക് വളയ്ക്കുവാനായിട്ട് സാധിക്കുന്നത് ആ ഭാഗത്ത് ഒന്നിൽ കൂടുതലോ ഭാഗങ്ങൾ ഉണ്ടായിരിക്കും. അപ്പോൾ ഉദാഹരണമായിട്ട് നമുക്ക് പറയുവാണ്, ഈ ഞണ്ടിനെയൊക്കെ കാണുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് കാണുവാനായിട്ട് സാധിക്കും. എന്താണ് ഈ ഞണ്ടിൻ്റെ മുകളിലുള്ളത്, എന്താണ് കാണുന്നത്, ഈ ഞണ്ടിൻ്റെ കാലുകൾ നോക്കിക്കേ, ഇറുക്ക് കാലെന്ന് പറഞ്ഞ് രണ്ടെണ്ണമായിട്ട് ജോയിൻറ്റ് ലെഗായിട്ടാണ് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ആന്ത്രോപോഡ്സിൻ്റെ വേറൊരു പ്രത്യേകത എന്താണ്, അവയുടെ പുറത്ത് കാൽസ്യം ലവണങ്ങൾ അടിഞ്ഞുകൂടി ഒരു ബാഹ്യമായിട്ടുള്ള ഒരു ആവരണവും സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഈ ഭാഗങ്ങൾ 37 വരെയുള്ളത് നിങ്ങൾക്ക് മനസ്സിലായെന്ന്. ഇനി നമുക്ക് അടുത്ത വീഡിയോയിലേക്ക് പോകാം.